കുന്നംകുളത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് പോകാം. കുന്നംകുളം പഴയ മാർക്കറ്റ് നിലനിന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ഇത് നവീകരിച്ചിട്ട് ഇപ്പൊ പുതുക്കി പണിത് കടകളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് പഴയ മാർക്കറ്റിന്റെ പുതുക്കി പണിയേറ്റ് മുന്നേയുള്ള മാർക്കറ്റിന്റെ ചെറിയൊരു ക്ലിപ്പ് കിട്ടിയതാണ്. നമ്മൾ ആഡ് ചെയ്തിട്ടാണ്. ഇങ്ങനെയായിരുന്നു പഴയ മാർക്കറ്റിൻ്റെ അവസ്ഥകൾ. കുറച്ച് വർഷങ്ങളായിട്ട് മുനിസിപ്പാലിറ്റിയുടെ പെട്ട് അവർക്ക് അത് നവീകരിച്ച് കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ചേട്ടന്മാരോട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഈ മാർക്കറ്റ് പഴയ മാർക്കറ്റ് ഒരു 100 കൊല്ലത്തെ പഴക്കമുണ്ടാവും. ഇതിപ്പോഴാണ് പുതുക്കി പണിതത്. ഒരു മാസം 2 മാസമായിട്ടുള്ളത് ഇപ്പൊ പുതുക്കി പണിതിട്ട്. അതിന് മുമ്പ് കുന്നംകുളം ടൗൺ എന്ന് പറഞ്ഞ വലിയങ്ങാടിയാണ്, ഇവിടെയാണ് ആയിരുന്നു. ഈ വലിയങ്ങാടി മാർക്കറ്റ് പണ്ട് ഇവിടെ എല്ലാ കച്ചവടങ്ങളും പലചരക്കായാലും പണ്ട് കാളവണ്ടിയിലായിരുന്നു ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ കൊണ്ടുപോയിരുന്നത്. കാളവണ്ടിയിൽ ഇവിടെ എന്റെ ഓർമ്മയിൽ ചെറുപ്പത്തിലൊക്കെ കാളവണ്ടിയാണ് വണ്ടിയില് മറ്റേ കടകളിലൊക്കെ വന്നിട്ട് ഇവിടുന്ന് പോവുക. മറ്റേ വണ്ടികളൊന്നും കൊണ്ടുപോയിരുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ എല്ലാ കച്ചവടങ്ങളും ലേലം നടന്നിരുന്നതും ഇറച്ചി വിറ്റിരുന്നതും എല്ലാം വലിയങ്ങാടി മാർക്കറ്റായിരുന്നു. ഇവിടുന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ടൗണിലേക്ക് കച്ചവടം മാറിയത്. എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു മറ്റേ ശങ്കരാതിക്ക് ഈ മാർക്കറ്റിന്റെ പകുതി ഭാഗമാണ് ആയുർവേദ ഡിസ്പെൻസറി സ്ഥിതി ചെയ്യണത്. അതിന്റെ അങ്ങേറ്റത്തായിരുന്നു അറവുശാല. ഈ അറ്റം ഇപ്പൊ ഈ നിൽക്കുന്ന പഞ്ചായത്ത് ബിൽഡിംഗ് തന്നെ ഈ സൈഡ് കംപ്ലീറ്റ് ഉണക്കമീന്റെ കച്ചവടമായിരുന്നു. ഇവിടെ ഇതേപോലെ 3-4 കള്ളികളായിട്ട് മീന്, ഇറച്ചി, ഉണക്കമീൻ, ആ സൈഡിൽ ആട്ടിറച്ചി, അങ്ങനെ വലിയൊരു ഗ്രൗണ്ട് പോലെയുള്ള പഴയൊരു മാർക്കറ്റായിരുന്നു. പിന്നെ കുന്നംകുളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുന്നംകുളത്ത് ജനങ്ങള് ഉള്ള സ്ഥലം, കുന്നംകുളത്ത് നമ്മുടെ ബിസിനസ് നടത്തുന്ന സ്ഥലം കുന്നംകുളമാണ്. വേൾഡിൽ എവിടെ പോയാലും കുന്നംകുളത്ത് ജനങ്ങളുണ്ടാവും. പിന്നെ കുന്നംകുളത്തിന് പൊതുവെ പറയാം ഡ്യൂപ്ലിക്കേറ്റ് നാടാന്നൊക്കെ പറയും. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ഒരു നാടല്ല അത്. മുമ്പ് എന്തൊക്കെ ഒരു ഇതുണ്ടായിന്ന് വെച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ പുരോഗമനമായ ഒരു സ്ഥലമാണ് കുന്നംകുളം. അതേപോലെ തന്നെ നമ്മള് വേൾഡിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ കുന്നംകുളത്ത് ഉള്ള ജനങ്ങളുണ്ടായിരിക്കും. ബിസിനസ്സില് സ്റ്റേഷനറി ഇതായാലും അതേപോലെ ബുക്ക് ബൈൻഡിങ് ആയാലും എന്ത് ബിസിനസ് ആയാലും കുന്നംകുളത്തുകാരില്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. അത് മേഡം എവിടെ പോയി ഞങ്ങൾ പരിശോധിച്ചാലും കുന്നംകുളത്തുകാരില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല. ബുക്ക് ബൈൻഡിങ് തന്നെയല്ല, സ്റ്റേഷനറി എന്ത് കച്ചവടമായാലും അതിൽ കുന്നംകുളത്തുകാരുടെ തല വറക്കുന്ന പോലെ ഒരു സ്ഥലത്തുള്ള ജനങ്ങളും ഇവിടെ ഈ കേരളത്തിലായാലും വേൾഡിൽ ഉണ്ടാവില്ല. അത്രയും തലയ്ക്ക് അത്രയും ബുദ്ധിശക്തിയാണ് കുന്നംകുളത്തുകാർക്ക്. അത് ഭയങ്കര ഒരു ഇതാണ്. അതേപോലെ കുന്നംകുളത്തുള്ള എല്ലാ കാര്യങ്ങളിലും നല്ലൊരു അനുഭവങ്ങളെ കുറിച്ച് മാർക്കറ്റ് ഇവര് പപ്പൊക്കെ ഇവിടെ മുമ്പ് ഇവിടെ കച്ചവടം ചെയ്തിട്ട് ഇറച്ചി കച്ചവടമൊക്കെ ആയിരുന്നു. അപ്പൊ അവരുടെ തലമുറയായിട്ട് ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്ത് വരുന്നവരാ. ഇപ്പോഴാണ് ഈ മാർക്കറ്റൊക്കെ പുതുക്കി ഇങ്ങനെ പണിതു ഇതാകെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടൊക്കെ ആയി. 10-100 കൊല്ലം മുമ്പുള്ള ഒരു മാർക്കറ്റില്ല. അപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് അത് ഒരു ഇതൊക്കെ തകർന്നപ്പോഴാണ് കുന്നംകുളം മുനിസിപ്പാലിറ്റി ഇപ്പൊ അത് നല്ലൊരു വൃത്തിയാക്കി പണിതു. അത് നല്ല കച്ചവടക്കാർക്കൊക്കെ നല്ലൊരു സൗകര്യമായി. അങ്ങനെയാണ് ഇപ്പൊ അത് പ്രവർത്തിച്ചു വരുന്നത്. കച്ചവടം ചെയ്യുന്നവരോട് ചോദിക്കാം. കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാരാണ്. അപ്പൊ നമുക്ക് അവരുടെ അടുത്തും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇവിടെ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും നല്ലതായിരുന്നേ. അത് കഴിഞ്ഞാൽ അപ്പനെ ഇവിടെ ഇറച്ചി വിട്ടായിരുന്നേ. ഒരു പരിബ്രീഡിന്റെ പോണു ഇവിടെ ചെയ്യാ മീനൊക്കെ കാവിന്റെ മുകളിൽ ഇവിടെ നടന്നേ. കാവിന്റെ മുകളിൽ കയറ്റിയിട്ട് ഫ്രഷ് മീൻ അതറിഞ്ഞിട്ട് ഇപ്പോഴും കുറെ ജനങ്ങള് അത് പഴയ ആൾക്കാർക്ക് ഇവിടെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പോയപ്പോ ഒന്നുകൂടി കൂടുതൽ ഇപ്പോഴും മീനൊക്കെ വല്ലാണ്ടുണ്ട്. ഇപ്പൊ ആൾക്കാർ കുറച്ച് മാത്രം ആൾക്കാർക്ക് അത് പൊളിഞ്ഞ കൊല്ലം മാറിപ്പോയില്ലോ. ഉള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആവൂലേ മീന്റെയും ഇതിന്റെയൊക്കെ നേരത്തെ
ഏതൊക്കെ തന്നെ കുന്നോളന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള തൊലിപ്പിടി ഉണ്ടായിരുന്നു എല്ലാം ഇവിടെ ഉണ്ടായിരുന്നേ. 8 ചായപ്പിടിയാ ഈ കടലുള്ള 8-9 ചായക്കട. പച്ചക്കറി ഇവിടെ മൊത്തം കടകളായിരുന്നു എൻ്റെ ഉള്ളിൽ. വീടുകളിലും മാറത്തൊക്കെ കച്ചവടാ. അന്ന് പണ്ടൊക്കെ വീടിലും മാറത്ത് എല്ലാ അങ്ങാടിയിലുള്ള വീടുകളിലും കച്ചവടാ. അന്ന് ഗ്രില്ലിട്ട വീടുകളില്ല. ഓണത്തിന് കായക്കൊല കച്ചവടം ഇവിടെയാ. കുന്നകുളത്ത് കാവിന്റെ മുകളിൽ കൊണ്ടുപോവാ. ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ കാഴ്ചകൊല കൊണ്ടുപോകാന്ന് പറയില്ലേ, ആ കാഴ്ചകൊല കൊണ്ടുപോകാൻ വേണ്ടിട്ട് കാവിന്റെ മുകളിൽ തന്നെ കായക്കൊല കൊണ്ടുപോയായിരുന്നു. അത് ഈ അങ്ങാടിയിൽ തന്നെ കെട്ടി തൂക്കിയിട്ടായിരുന്നു കായക്കൊലയൊക്കെ. അങ്ങനെ ചരിത്രം പടക്കോ പണ്ട് ഓണത്തിന് പിള്ളേർക്ക് കളിക്കാൻ കുട്ടുസഞ്ചി. അത് ഓണത്തിന് പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ കായക്കൊല കൊണ്ടുപോകുന്നോട്ട് കരിയാമ്പൂ ഇട്ടിട്ട് കൊണ്ടു കുട്ടുസഞ്ചിയില്. ഇപ്പൊ കുട്ടുസഞ്ചി കണ്ടവരുണ്ടാവണോ? ഏറുംപന്ത്. അത് തൊണിയില് പൊതിഞ്ഞിട്ട് പുള്ളി കുത്തും. പുള്ളി അന്ന് ഇന്നത്തെ പോലത്തെ ഇതൊന്നുമില്ല. അന്ന് ചായം കലക്കിയിട്ട് കുത്തുക പന്ത്, വേറ് പന്ത്. ഇപ്പൊ പിള്ളേർ മേടിച്ച് എവിടെയൊക്കെ കിട്ടിയിട്ട് കളിക്കാനൊക്കെ കൊണ്ടുണ്ട്. അന്ന് ഈ ഓണത്തിന് കളിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടില് തുന്നി കുത്തിയിട്ട് സൂചി കൊണ്ട് തുന്നി കുത്തിയിട്ടൊക്കെ പല തുണിയൊക്കെ ചുറ്റി ഉണ്ടാക്കിയിട്ട് അത് വെള്ള തുണി അതിന്റെ മീത് കൊടുത്തിട്ട് ചായം കുത്തുക കളർ കിട്ടാൻ. കുട്ടുസഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടുസഞ്ചി കണ്ടിട്ടുണ്ടാ? കുട്ടുസഞ്ചി ഉണ്ടായിരുന്നു. ഒരു സഞ്ചി. അതില് കാശും കരിയാമ്പൂ ആക്കിയിട്ടാണ് ഈ ഇവിടേക്ക് മോളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ മോളുടെ വീട്ടിലേക്ക് കാശും ഈ കരിയാമ്പൂ ഇട്ടിട്ട് കുട്ടുസഞ്ചി ആയിട്ട് പോവുക. ആ കുട്ടുസഞ്ചി ഇപ്പോഴത്തെ ചെറുപ്പ കുട്ടികൾക്കൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ആ തലമുറകൾക്ക് കണ്ടിട്ടുണ്ടാവില്ല ഈ കുട്ടുസഞ്ചി. എല്ലാ വീടുകളിലും മുമ്പിൽ ഈ കുട്ടുസഞ്ചി ഉണ്ടാവും. എല്ലാ വീട്ടിലും ചില വിൽക്കണ ഒരുവിധമുള്ള കടകളിലൊക്കെ കടയിലെ വീടുകളിലൊക്കെ കച്ചവടമാണ്. കൊട്ട, മൊറം അങ്ങനെയുള്ള എല്ലാ വീടുകളും ഇല്ലാത്ത സാധനങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഓണത്തിന് പ്രത്യേകതയാണ് ഈ കുട്ടുസഞ്ചി പന്ത് വെക്കല്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങള് ഉണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ നാടെന്ന് പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ കുന്നംകുളം എന്ന് പറഞ്ഞാൽ കുന്നംകുളം തന്നെയാ. അത് നല്ലൊരു മനസ്സുള്ളത് തന്നെയാ. ഓക്കെ. കുന്നംകുളത്തിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്കത് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.